ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെയുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ലോകരാജ്യങ്ങൾ നടപ്പിലാക്കുമോ എന്നുള്ളത് വളരെ സജീവമായിരിക്കുന്ന ചർച്ചയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ചില രാജ്യങ്ങൾ തന്നെ തങ്ങളുടെ രാജ്യത്തേക്ക് നെതന്യാഹു പ്രവേശിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചില ഏഷ്യൻ രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് സ്ഥിരീകരണ റിപ്പോർട്ടായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. 130ഓളം രാജ്യങ്ങൾക്ക് അംഗത്വമുള്ളതാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന് പറയുന്നത്. അതിൽ ബ്രിട്ടൻ അടക്കം, അമേരിക്ക അതിലില്ല, ഇസ്രായേലും അതിലില്ല. ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. ബ്രിട്ടൻ തന്നെ പറഞ്ഞു തങ്ങളുടെ രാജ്യത്തേക്ക് പ്രധാനമന്ത്രി കയറി കഴിഞ്ഞാൽ, ഈ നെതന്യാഹു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഹേഗിലെ ക്രിമിനൽ കോടതിയിൽ തങ്ങൾ അത് ഹാജരാക്കുകയും ചെയ്യും. അദ്ദേഹം കുറ്റവാളിയാണ്, വിചാരണയ്ക്ക് വിധേയമാകേണ്ട വ്യക്തിയാണ് എന്നുള്ള നിലപാടാണ് ബ്രിട്ടൻ്റേത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതെന്താ സംഭവം, സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിൻ്റെ അപ്പുറമായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നതാണ് പ്രധാനമായ രീതിയിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഒരർത്ഥത്തിൽ ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാര്യമെന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് രാഷ്ട്രഭരണാധികാരിയോ അല്ലെങ്കിൽ പൗരന്മാരോ പോകണമെങ്കിൽ ആ രാജ്യത്തിലെ വിസ നിർബന്ധമാണ്. ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് വിസ കോപ്പി ആയിട്ടല്ലാതെ ഒരു അനുമതി പത്രം പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. പാസ്പോർട്ട് പോലെയുള്ള, അല്ലെങ്കിൽ അന്താരാഷ്ട്ര പാസ്പോർട്ട് എന്നൊക്കെ പറയാം, സീലടിക്കേണ്ടാത്ത പാസ്പോർട്ടുകളൊക്കെ ഉണ്ട്. VIP പാസ്പോർട്ട്, അതിന് സീലടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത്തരം പാസ്പോർട്ടുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറയാം 130 രാജ്യങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരിക്കലും മറ്റൊരു രാജ്യത്തേക്ക് വിസ അപേക്ഷ നൽകില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശിക്കുകയില്ല. ഇനി വിസ അപേക്ഷ ഇല്ലാതെ പോവുകയാണെങ്കിൽ തന്നെ ഒരു വിമാനം മറ്റൊരു രാജ്യത്ത് ലാൻഡ് ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിലുള്ള ഈ എയർപോർട്ട് സംവിധാനത്തിൻ്റെ അനുമതി നിർബന്ധമാണ്. ഏവിയേഷനാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഏവിയേഷൻ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ ഏവിയേഷൻ നിയന്ത്രിക്കുന്നത് ആ രാജ്യത്തിലെ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് അനുമതിയോട് കൂടി മാത്രമേ മറ്റൊരു രാജ്യത്തിൻ്റെ വിമാനം ഈ രാജ്യത്തേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഒന്ന്, വിസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വേണം. അത് രണ്ട് രാജ്യങ്ങൾ പരസ്പരമുള്ള ധാരണയാണ്, ഉടമ്പടിയാണ്. എനിക്ക് പോകണമെന്ന് ഈ രാജ്യത്ത് നിന്ന് ഞാൻ പറയുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ആ രാജ്യത്തിലുള്ള ഭരണാധികാരികളും പറയുന്ന സമയത്ത് മാത്രമേ ഈ രാജ്യത്തിലുള്ള മറ്റൊരു രാജ്യത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യാൻ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിലേക്ക് വന്നിട്ട് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഇയാൾ വരുന്നതും ഇയാൾ ലാൻഡ് ചെയ്യുന്നതും ഇയാൾ പുറപ്പെടുന്നതും വരുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി യഥാർത്ഥത്തിൽ രാജ്യങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഒന്നുകിൽ ഇദ്ദേഹം പോവില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിസ തന്നെ നിഷേധിക്കാൻ വേണ്ടി സാധിക്കും. ഇനി വിസ നിഷേധിക്കുന്നില്ലെങ്കിൽ അവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാധ്യതയും ഈ കാര്യത്തിലൊക്കെ യഥാർത്ഥത്തിലുണ്ട്. പക്ഷേ ഇതൊന്നും സാധൂകരിക്കപ്പെടാനുള്ള സാധ്യതകൾ തീരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംഭവം അന്താരാഷ്ട്ര മേഖലയിൽ ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു ക്രിമിനൽ കുറ്റം ആരോപിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊരു ബ്ലാക്ക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു കളങ്കമായിട്ട് തന്നെ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൻ്റെ അവസാനം വരെ അത് ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇത്തരം കേസുകളൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ രംഗത്തുണ്ടാവാറുള്ളത്. സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇതിനു മുൻപ് ഏതെങ്കിലും രാജ്യത്തിലെ ഭരണാധികാരികൾക്കുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ടാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഒരിക്കലും യാഥാർത്ഥ്യമാവാത്ത ഒരു സംഭവമാണ്. ഇവിടെ രണ്ട് വിഷയങ്ങൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ചർച്ചയിൽ വന്നതാണ്. അത് ഐക്യരാഷ്ട്രസഭ തന്നെ പല ഘട്ടങ്ങളിലും പാലസ്തീനികൾക്ക് അനുകൂലമായി ഇസ്രായേലിനെതിരെ അവിടെ നിയമം തന്നെ കൊണ്ടുവന്നതാണ്. 30ലധികം തവണ ഇസ്രായേലിനെതിരെ വിധി പ്രസ്താവനം ഉണ്ടായ മേഖല എന്ന് പറയുന്നത് UN അസംബ്ലിയാണ്, UN സഭയിലാണ്. അത് വ്യത്യസ്ത രാജ്യങ്ങൾ കൊണ്ടുവരുന്നത് ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ പിന്തുണയോടുകൂടി അംഗീകരിക്കുന്നു, എന്നാൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്താ ഇവിടുത്തെ പോരായ്മ എന്ന് പറഞ്ഞാൽ, UN സഭ എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഒരു സംഗമ ഭൂമിയാണ്, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഒരു വേദി ഉണ്ടാക്കി എന്ന് മാത്രം. UN സഭയ്ക്ക്, ഐക്യരാഷ്ട്രസഭയ്ക്ക് സ്വന്തമായി സൈന്യമോ സ്വന്തമായി രാജ്യമോ സംവിധാനങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത് നിലനിൽക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ സഹായം കൊണ്ടാണ്. അവരാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഒരു വിധി പ്രസ്താവന കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ വിധി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ടത് മറ്റുള്ള സൈനിക രാജ്യങ്ങളാണ്. സൈനിക രാജ്യങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലോ അത് നടപ്പിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. UN സഭയ്ക്ക് നേരിട്ട് നേതൃത്വം നൽകിക്കൊണ്ട് അത് ചെയ്യാനുള്ള സംവിധാന കാര്യങ്ങളും ഇല്ല. ഇതൊരു വലിയ പോരായ്മയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കാര്യമെന്ന് പറയുന്നത്, വീറ്റോ പവർ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ
UN സഭയെ സംബന്ധിച്ചിടത്തോളം ആ അഭിപ്രായത്തിൽ അവർ അത്രയും കാലം ചർച്ച ചെയ്തതിന് ഒരു പ്രസക്തിയുമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും. ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിന് റഷ്യ തന്നെയാണ് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിനെതിരെ നടന്നിരിക്കുന്ന പ്രമേയത്തെ പരാജയപ്പെടുത്തിയത്. അമേരിക്കയാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേലിന് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സഹായത്തിനായിട്ട് എത്തിയത്. ഏറ്റവും ഒടുവിൽ തന്നെ 160ഓളം രാജ്യങ്ങൾ ഒപ്പിട്ട അല്ലെങ്കിൽ പിന്തുണ നൽകിയിരിക്കുന്ന ഒരു ബില്ലാണ് UN സഭ പാസ്സാക്കിയത്. അത് അതിർത്തിയിൽ നിന്ന്, ഗസയുടെ അതിർത്തിയിൽ നിന്ന്, റഫ അതിർത്തിയിൽ നിന്ന്, ഈജിപ്ത് പാലസ്തീൻ്റെ അതിർത്തിയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഗസയുടെ ഉൾഭാഗങ്ങളിലേക്ക് എത്താനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടുള്ള ലോകരാജ്യങ്ങളുടെ അംഗീകാരം 160 രാജ്യങ്ങൾ ഒപ്പിട്ടു. പക്ഷേ അതിൽ അവസാന ഘട്ടത്തിൽ അമേരിക്ക തന്നെയാണ് പ്രമേയം കൊണ്ടുവന്നത്. അമേരിക്ക പ്രമേയം കൊണ്ടുവരുന്നു, അമേരിക്ക പ്രമേയം അവതരിപ്പിക്കുന്നു, അതിന് വോട്ടെടുപ്പ് നടക്കുന്നു, 160 രാജ്യങ്ങളുടെ പിന്തുണ നൽകുന്നു. പക്ഷേ ഇസ്രായേൽ ആയിട്ട് അംഗീകരിക്കുന്നില്ല. അമേരിക്ക കൊണ്ടുവന്ന് അമേരിക്ക നടപ്പിലാക്കി അല്ലെങ്കിൽ അമേരിക്ക പാസ്സാക്കിയിരിക്കുന്ന പ്രമേയത്തെ പോലും ഇസ്രായേൽ ധിക്കരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു നാടകമാണ്, ഞങ്ങളിങ്ങനെ പ്രമേയം അവതരിപ്പിക്കും, അതൊക്കെ പാസ്സാക്കിയെടുക്കും, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വണ്ടി വിടേണ്ട, അവിടെ പിടിച്ചു നിർത്തിക്കോ എന്ന് പറയാം. 4000-ലധികം വാഹനങ്ങൾ ഭക്ഷ്യധാന്യങ്ങളുമായും മരുന്നുമായും ഈ വസ്ത്രങ്ങളുമായും ഈജിപ്തിൻ്റെ അതിർത്തിയിൽ ഗസയിലേക്ക് വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് തന്നെ പറഞ്ഞത്. ഞാനത് കണ്ടിട്ടുണ്ട്, സങ്കടമായിട്ടുണ്ട്, വലിയ പ്രയാസമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരമാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. ഇതാണ് യഥാർത്ഥത്തിൽ അവസ്ഥകൾ. ഇനി നമ്മൾ നേരെ ക്രിമിനൽ കോടതിയിലേക്ക് പോയാൽ, ക്രിമിനൽ കോടതിയിൽ 2 പ്രാവശ്യം ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ മോശമായ രീതിയിലുള്ള പരാമർശം തന്നെ നടത്തി. വംശീയ ഉന്മൂലനം ചെയ്യാനുള്ള പ്രഖ്യാപനങ്ങൾ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയതിൻ്റെ വീഡിയോ ആണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഹാജരാക്കി കൊടുത്തത്. ആ സമയത്തും ആ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും, പത്ര റിപ്പോർട്ടുകൾ, മീഡിയ റിപ്പോർട്ടുകൾ, വീഡിയോസുകൾ, പ്രഖ്യാപനങ്ങൾ അതെല്ലാം ഹാജരാക്കിയിട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂക്ഷമായ രീതിയിലാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചത്. പിന്നീട് അത് വിമർശിച്ചു എന്നല്ലാതെ ആ നിലപാടിനൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാണ് എന്ന തരത്തിലാണ് ഇസ്രായേലിൻ്റെ പ്രതികരണം ഉണ്ടായത്. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ 3ാമത്തെ പ്രാവശ്യമാണ് കഠിനമായിരിക്കുന്ന ഒരു വിധി പ്രസ്താവിച്ചുകൊണ്ട് അല്ലെ പ്രഖ്യാപിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വന്നത്. എന്താ അതിൽ പറയുന്ന കാര്യം? അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. വംശീയ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി വംശീയ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചു. ഭക്ഷണവും മരുന്നും വസ്ത്രവും തടയപ്പെടുക എന്ന് പറയുന്നത് പൗരൻ്റെ മൗലികപരമായിരിക്കുന്ന അവകാശത്തിന് നേരെ ധിക്കാരമായിരിക്കുന്ന പ്രവർത്തികൾ നടത്തി. യുദ്ധ കുറ്റവാളിയാണ്. ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആയുധങ്ങൾ അവിടെ ഉപയോഗിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തി. അവർക്ക് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ആരോപണങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ ചാർത്തിയിരിക്കുന്നത്. അതോടുകൂടി അറസ്റ്റ് വാറണ്ടിൻ്റെ പ്രസ്താവനയും വന്നു. അറസ്റ്റ് വാറണ്ട് ഇങ്ങനെയാണ് എന്നുള്ളത്. അത് 130ഓളം രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഏറ്റവും അവസാനം പുറത്തു വന്നത്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യാനൊന്നും വകുപ്പില്ല, അങ്ങനത്തെ ഒരു സംവിധാനമില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധി നടപ്പിലാക്കുന്ന ആ രാജ്യത്തെ ഗവൺമെൻറ്റാണ്, പോലീസാണ്. പ്രതി അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കോടതി വിധിയെങ്കിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മജിസ്ട്രേറ്റോ കോടതി ഗുമസ്തന്മാരോ സാധാരണഗതിയിൽ പോവാറുള്ളത് ആരാണ്? പിന്നീട് അത് നടപ്പിലാക്കേണ്ടത് നിയമപാലകരാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് നിയമപാലകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം പ്രതികളെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള പ്രവൃത്തികൾ ചെയ്യുക. അത് ഏതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു വീട് ജപ്തി ചെയ്യാൻ വേണ്ടി കോടതി ഒരു ഉത്തരവുണ്ടായി കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലെങ്കിൽ കളക്ടറാണ്, അല്ലെങ്കിൽ പഞ്ചായത്താണ്. അതുമായി ബന്ധപ്പെട്ടവരാണ്. പോലീസ് അതിൻ്റെ കൂടെ സഹായിച്ചുകൊണ്ടാണ് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ഒരു വിധി പ്രസ്താവനം ഒരു കോടതി നടത്തി കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ താഴെയുള്ള ഗവൺമെൻറ് അടങ്ങുന്ന സംഘത്തിൽ അധിഷ്ഠിതമാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നിൽ ഒരു ഗവൺമെൻറ് ഇല്ല, ഒരു സൈനിക സംവിധാനങ്ങളില്ല. അത് മറ്റെല്ലാ രാജ്യങ്ങളുടെയും ഒരു വേദി എന്ന നിലക്ക് അവർക്കിങ്ങനെ പ്രസ്താവന പുറപ്പെടുവിക്കാൻ വേണ്ടി മാത്രമേ സാധിക്കൂ, നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കില്ല. ഇത് കൃത്യമായി ഇസ്രായേലിന് അറിയുകയും ചെയ്യാം. അപ്പോൾ രാജ്യത്ത് ഒരു പ്രസ്താവന പുറത്തു വന്നതുകൊണ്ട് തങ്ങൾക്ക് യാതൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ UN സഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും പല ഘട്ടത്തിലും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ നിയമ നടപടിക്ക് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടും ഒന്നും നടന്നിട്ടില്ല.
കാര്യമെന്ന് പറയുന്നത് മുസ്ലിം രാജ്യത്ത് ഇത്തരം ഒരു വിഷയം ഉണ്ടാവുകയും മുസ്ലിം രാജ്യത്തിലെ ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് ഒരു വിധി പുറത്തു വരികയും ചെയ്താൽ വളരെ ആവേശത്തിൽ അമേരിക്കയും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഈ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഉറഞ്ഞു തുള്ളിയിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. അതിനവർക്ക് മുന്നറിയിപ്പുകൾ നൽകും, കീഴടങ്ങാൻ വേണ്ടി സമയങ്ങൾ നൽകും. കീഴടങ്ങിയിട്ടില്ല യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു സദ്ദാം ഹുസൈനോട് ഈ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് പറഞ്ഞത് അങ്ങനെയാണ്. 48 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകുക. സദ്ദാം ഹുസൈനും 2 മക്കളും രാജ്യം വിട്ടുപോകുക, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക. ഇങ്ങനൊരു പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ അമേരിക്കയോ ബ്രിട്ടനോ ഫ്രാൻസോ ഇറ്റലിയോ ജർമ്മനിയോ ഏതെങ്കിലും രാജ്യങ്ങൾ എടുത്തായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാര്യമെന്ന് പറയുന്നത് ആ കോക്കസ്, ആ ഗ്രൂപ്പ് ഒന്നാണ് എന്നുള്ളതാണ്. അങ്ങനെ ആവുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഏത് തരത്തിലുള്ള ക്രിമിനൽ പ്രശ്നങ്ങൾ വന്നാലും ക്രിമിനൽ പ്രശ്നങ്ങൾ നടപ്പിലാക്കിയാലും അത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ബോധ്യം യഥാർത്ഥത്തിൽ ആർക്കുണ്ട്? ഇസ്രായേലുണ്ട്. അത് തന്നെ ഈ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും അവസാനം പ്രതിഫലിക്കൂ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.